ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 2/11/2024 നടന്ന LGS എക്സാമിനേഷന്റെ GK പാർട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജാവലിൻ. 2. കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, നിതിൻ മധുകർ ജംദാർ. 3. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ഓപ്ഷൻ സി, മദ്രാസ്. 4. 1913 തുടങ്ങിയ ഖദാർ മൂവ്മെന്റ്സിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, ലാല ഹർദയാൽ. 5. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മറാത്ത. 6. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ 7. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ലോർഡ് ലിംഗ്ലിംഗ്തോ. 8. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, രാഷ്ട്രപതി. 9. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? ആൻസർ ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. 10. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? ഓപ്ഷൻ സി, 30. 11. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 12. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 25. 13. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പയ്യന്നൂർ. 14. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ. 15. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ഗാന്ധിജി. 16. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, ലോർഡ് കഴ്സൺ. 17. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പുസ്തകത്തിന്റെ പേര് മൂലധനം ഒരു മുഖവുര എന്നാണ്. അത് എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത്, മൂലധനം മുഖവുര ക്വസ്റ്റ്യൻ തെറ്റായതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇനി അടുത്തത് 18. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ഇതും ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 19. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ഇതിനകത്ത് ആൻസർ ഇല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 146 ആണ്. ഇതിനകത്ത് ആൻസർ ഇല്ല, അപ്പോൾ ഇതും ക്യാൻസലാക്കി. 20ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ്. 21. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പം ഇതിനകത്തും ആൻസർ ഇല്ലാത്തത് കൊണ്ട് ഇത് ക്യാൻസൽ ചെയ്തു. ബംഗ്ലാദേശിലെ ഇടക്കാല പ്രസിഡന്റാണ് മുഹമ്മദ് യൂനസ്, അതുകൊണ്ടായിരിക്കും ഇത് ക്യാൻസൽ ചെയ്തത്. 22. സെബിയുടെ പൂർണ്ണരൂപം എന്ത്? ആൻസർ ഓപ്ഷൻ ബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 23. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 40. 24. അഗ്നി സൂര്യ
ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മിസൈൽ. 25. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ശരിയാണ്, തെറ്റായ പ്രസ്താവനകളൊന്നും ഇല്ല. 26. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്. 27. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉം. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. 28. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, 3. എവറസ്റ്റ് പോലെയുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. 29. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഹരിയാന. 30. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 4. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. 31. കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഥവാ അഡാക്. 32. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ, 2ഉം 3ഉം. പാമ്പാടുംചോല, ഇടുക്കി. ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ. 33. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 34. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, 3. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര ആണ് തെറ്റ്. 35. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്നു. 36. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി, 3. കുന്തിപ്പുഴ, പടിഞ്ഞാറോട്ട്. 37. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ, 1, 2, 3. മലനാട്, ഇടനാട്, തീരപ്രദേശം. 38. തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ഓപ്ഷൻ സി, ഫുട്ബോൾ. 39. കേരളത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. 40. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഇടുക്കി. 41. വരയാടിനെ
നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ തമിഴ്നാട്. 42. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ സി വിദ്യാവാഹൻ. 43. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല? ആൻസർ ഓപ്ഷൻ എ വയനാട്. 44. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ ബി 1949 ജൂലൈ 1. 45. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? ആൻസർ ഓപ്ഷൻ ഡി മുടിയേറ്റ്. 46. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. 47. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ആൻസർ ഓപ്ഷൻ എ സി ബാലകൃഷ്ണൻ. 48. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം? ആൻസർ ഓപ്ഷൻ എ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 49. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി തുഷാർ ദേശ്പാണ്ഡെ. 50. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി വി മധുസൂദനൻ നായർ. 51. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ ഡി 2023 ജൂലൈ 14. 52. മലപ്പുറം താനൂർ വോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ആൻസർ ഓപ്ഷൻ എ VK മോഹൻ കമ്മീഷൻ. 53. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത്? ആൻസർ ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി. 54. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന വനമേഖല ഏത്? ആൻസർ ഓപ്ഷൻ എ നാഷണൽ പാർക്കുകൾ. 55. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? ആൻസർ ഓപ്ഷൻ ബി കിഴങ്ങുവർഗം. 56. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം? ആൻസർ ഓപ്ഷൻ ഡി ഡയേറിയ. 57. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി പ്രസ്താവന 4 ശരിയാണ്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. 58. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ? ആൻസർ ഓപ്ഷൻ ഡി ഈ കോളി ബാക്ടീരിയ. 59. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി? ആൻസർ ഓപ്ഷൻ ഡി ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. 60. ആദ്യത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ ബി ഇലക്ട്രോൺ. 61. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരമാണ്? ആൻസർ ഓപ്ഷൻ സി കൽക്കരി. 62. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2, 3 മാത്രം ശരിയാണ്. ലോഹത്തിന്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. 63. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ആൻസർ ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. 64. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 2 മാത്രം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അടുത്തത് 65.
കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? ആൻസർ ഓപ്ഷൻ ബി സാരഥി. 66 ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർക്ക്. 67 കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ? ആൻസർ ഓപ്ഷൻ ബി വയോമിത്രം. 68 താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ്. 69 ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി പെർനീഷ്യസ് അനീമിയ. 70 പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ? മുകളിൽ പറഞ്ഞ ആൻസർ ഓപ്ഷൻ ബി ഡി മുകളിൽ പറഞ്ഞതെല്ലാം. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. 71 ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അനാരോഗ്യമായ ഭക്ഷണശീലം. 72 മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി ക്വാഷിയോർക്കർ. 73 COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ വൈറസ്. 74 മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി താലോലം. 75 വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ എ ബോർഡെറ്റല്ല പെർട്യൂസിസ്. 76 ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വെരിസെല്ല വാക്സിൻ. 77 ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത്. 78 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹൃദ്രോഗം. 79 കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ആൻസർ ഓപ്ഷൻ സി ശ്രുതി തരംഗം. 80 കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 1056. അപ്പോൾ ഇത്രയേ ഉള്ളൂ GK പാർട്ട്.